ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് നമുക്ക് സ്നാക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കണ്ണൂരുകാർക്ക് ഇത് കാണുമ്പോൾ കുറച്ച് പരിചയം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചോറ് ബാക്കിയാവുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത്, എത്ര ആൾക്കാരാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇത്ര വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും കഴിക്കാൻ. അപ്പം നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അതിന് ഇവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ, ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ 5-6 ചെറിയുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ മിക്സിയിൽ തന്നെ നമുക്ക് ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റും അത്രയും നന്നായിട്ട് അരക്കാം. വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്തോളൂ, പക്ഷെ മാക്സിമം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും വെള്ളം ചേർത്തിട്ടില്ല, കാരണം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൊടി ഇടേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ആളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരിലൊക്കെ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മാവ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ കണ്ണൂരുകാർക്ക് ചിലപ്പോൾ കണ്ടാൽ പരിചയം ഉണ്ടാവും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പത്തൽ പൊടി, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയൊന്നും പറയുന്നില്ല, ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വറുത്തത് വറുക്കാത്തത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവം, നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത്രയും കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ നിങ്ങൾക്ക് ഭയങ്കര ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിലൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കുഴച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് നമ്മൾ പൊടി എല്ലാവരുടെയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ടാണ് ബോൾസ് ആക്കുന്നത്. ഇപ്പം ശരിക്കും ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇനി ബോൾസ് ആക്കുന്ന സമയത്ത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. ഞാൻ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒത്തിരി വലുപ്പത്തിൽ ചെയ്യരുത്, കാരണം ഒരുപാട് വലുപ്പമായി കഴിഞ്ഞാൽ മസാലയൊന്നും ഇല്ലാതെ അത് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുഞ്ഞുകുഞ്ഞതാക്കുകയാണെങ്കിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ അതേ നമുക്കിനി ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഡ്ലി ചെമ്പിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേവിക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ട, മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ മതി, കാരണം ചോറൊക്കെ വെന്തതാണ്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൂടി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, എരിവുള്ളതല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നല്ല സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അത്ര സ്പൈസി ആക്കിയിട്ടില്ല, കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര എരിവ് തോന്നും. പക്ഷേ കാശ്മീരി അതുകൊണ്ട് നല്ല കളറാണ്, അല്ലാതെ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് ലൂസ് ആക്കിയാലും മതി. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്യുന്നത്, ഒത്തിരി കട്ടിയാക്കണ്ട. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒഴിക്കില്ലേ, അത്ര ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അത് ചുമ്മാ അങ്ങനെ ചൂടാറിയതിന് ശേഷം കഴിക്കാനും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ആ മസാലയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ മസാലയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒന്ന് മൊരിഞ്ഞ് കിട്ടണം എല്ലാ സൈഡും, അത്ര നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്യണം, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ അടുത്ത് ഫീഡ്ബാക്കും പറയാം.
അപ്പൊ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് സൂക്ഷിച്ച് മറിച്ചിടുക. ഇത് ശരിക്കും നമ്മൾ അരി അരച്ച് ചെയ്യുന്ന പോലെയല്ല, ചോറായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും, ഒരു പഞ്ഞി മാതിരി ഉണ്ടാവും ഉള്ളിൽ. അപ്പൊ ഇത് നന്നായിട്ട് എല്ലാ സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ശരിക്കും ഞാനിത് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കല്. നമുക്ക് വേണമെങ്കിൽ സ്നാക്ക് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.